സ്റ്റുഡൻസ്, നമ്മൾ ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് എന്ന ചാപ്റ്ററിലെ മോഡ്യൂൾ 3 വീഡിയോ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെയിമിംഗ് 2 മോഡ്യൂൾ വീഡിയോസിൽ നമ്മൾ കുറച്ച് മിനിമം നെയിമിംഗ് കുറേ ടോപ്പിക്സ് കഴിഞ്ഞായിരുന്നു. ഇനി ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സിന്റെ പ്രിപ്പറേഷൻ ആണ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫസ്റ്റ് ഫാമിലി ആയ ആൽക്കഹോൾസ്. അപ്പോൾ അതിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് ഞാൻ റോമൻ ലെറ്റർ 1 ആയി കൊടുത്തേക്കുന്നത് ഫ്രം ആൽക്കീൻസ് എന്നാണ്. അപ്പോൾ ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സ്ട്രക്ചറിൽ ഡബിൾ ബോണ്ട് ഉള്ളവർ ആൽക്കീൻസ്. ആ ആൽക്കീൻസിൽ നിന്ന് എങ്ങനെ നമുക്ക് ആൽക്കഹോൾ ഉണ്ടാവും, അത് തന്നെ മെയിൻ ആയിട്ട് നമുക്ക് 2 മെത്തേഡ്സാണ് പഠിക്കാനുള്ള. 1 ബൈ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ, സെക്കൻഡ് ബൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിലേക്ക് പോവാം. ഫസ്റ്റ് മെത്തേഡ് ബൈ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആണ്. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു ആൽക്കീൻ എടുക്കും, അതിലേക്ക് നമ്മൾ ഒരു ആസിഡിന്റെ പ്രസൻസിൽ ഹൈഡ്രേഷൻ സംതിങ് റിലേറ്റഡ് ടു വാട്ടർ ആഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, മാർക്കോവി നിക്കോസ് റൂൾ വെച്ചിട്ട് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഒരു കാർബൺ പോസിറ്റീവ്, ഒരു കാർബൺ നെഗറ്റീവ്. വാട്ടർ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും, H+ഉം OH- അവർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് CH3 CH2OH ആൽക്കഹോളായ എത്തനോൾ ഫോം ചെയ്യും. സിമ്പിൾ റിയാക്ഷൻ. ഇനി സെക്കൻഡ് മെത്തേഡാണ് ബൈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആൽക്കീൻ എടുക്കും, റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി 3 മോളിക്യൂൾ ഉള്ള ആൽക്കീൻസ് എടുക്കും. ആ ആൽക്കീനിലേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്യും, ഡൈബോറൈൻ ആഡ് ചെയ്യും. ഡൈബോറൈൻ എന്ന് വെച്ചാൽ HBH2 ട്വൈസ്. അതാരാണ് ഡൈബോറൈൻ. ഈ ഡൈബോറൈൻ എന്ന് പറഞ്ഞാൽ ഡൈബോറൈൻ ഇസ് B2H6 or BH3 സിംഗിൾ ബോണ്ട് BH3 or HBH2 സിംഗിൾ ബോണ്ട് HBH2. ഓക്കെ, അപ്പോൾ ഈ HBH2 ട്വൈസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഡൈബോറൈൻ റിയാക്ഷൻ എഴുതും. ബോറോണിന്റെ കൂടെ 3 ഹൈഡ്രജൻ ഉണ്ട്. അതിൽ ഓരോ ഹൈഡ്രജനെയും റിമൂവ് ചെയ്തിട്ട് അവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് കയറും. ഇനി ഈ ഇന്റർമീഡിയറ്റിലേക്ക് വാട്ടറും ഓക്സിഡൈസിങ് ഏജന്റായ H2O2 OH- കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും, ആൽക്കഹോൾ കിട്ടും. ഇവിടുത്തെ പ്രോഡക്റ്റ് ആരാ, പ്രൊപ്പാൻ 1 or BOH ത്രൈസ് ആയിരിക്കും നമുക്കിവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഡൈബോറൈനിൽ നിന്ന് ആൽക്കീനെ ആഡ് ചെയ്ത് നമ്മളൊരു ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്തു. അതാണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ഇവിടുത്തെ ഇന്റർമീഡിയറ്റുകൾ ഇത്ര മാത്രം ആലോചിച്ച് വയ്ക്കുക. ഡൈബോറൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ B2H6 ആണ്. ആ ഡൈബോറൈനിൽ ഒരു മോളിക്യൂൾ നമ്മൾ എടുക്കും, BH3. ആ BH3യിൽ 3 മോളിക്യൂൾ ആൽക്കൈൽ ഗ്രൂപ്പ് കയറി എന്ന് വിചാരിച്ചാലും മതി. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഫ്രം കാർബോണിൽ ഗ്രൂപ്പ്. കാർബോണിൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ CO ഗ്രൂപ്പ് ഉള്ളവരാണ് കാർബോണിൽ ഗ്രൂപ്പ്. അതിൻ്റെ അകത്ത് ആൽഡിഹൈഡ്സ് ഉണ്ട്, കീറ്റോൺസ് ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, എസ്റ്റർ ഉണ്ട്. ഇതിലെല്ലാം എന്തുണ്ട്, കാർബോണിൽ ഗ്രൂപ്പ് ഈസ് പ്രസന്റ് ആണ്. ഈ കാർബോണിൽ ഗ്രൂപ്പിന് നമ്മൾ റിഡക്ഷൻ നടത്തുന്നതാണ് ഫസ്റ്റ് മെത്തേഡ് ബൈ റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഞാനിവിടെ ഒരു ആൽഡിഹൈഡ് എടുത്തു, CH3 CH2, 2 കാർബണുള്ള ആൽഡിഹൈഡിന്റെ പേരാണ് എന്തോന്ന്, എത്തനാൽ. എത്തനാലിനെ ഞാൻ റിഡക്ഷൻ മീൻസ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആഡ് ചെയ്തു. പലേഡിയം PD ആണ് നമ്മൾ ഇവിടുത്തെ കാറ്റലിസ്റ്റ്. നമുക്ക് ആൽക്കഹോൾ CH3 CH2OH കിട്ടും. ഇനി 3 കാർബണുള്ള ഒരു കീറ്റോൺ. ആദ്യത്തെ കീറ്റോൺ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് പ്രൊപ്പനോൺ ആണ്. പ്രൊപ്പനോണിലേക്ക് നമ്മൾ വേറൊരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നു, സോഡിയം ബോറോ ഹൈഡ്രേറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് പ്രൊപ്പാൻ 2 ആണ്. കാര്യം ഇവിടെ നമുക്ക് ആൽഡിഹൈഡിൽ നിന്ന് റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി ആൽക്കഹോൾസ് കിട്ടും, കീറ്റോൺസിൽ നിന്ന് റിഡക്ഷൻ നടത്തിയാൽ സെക്കൻഡറി ആൽക്കഹോൾസ് കിട്ടും. ആൽക്കഹോൾസ് ക്ലാസിഫൈ ചെയ്യുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ആൽഡിഹൈഡിനെ റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി ആൽക്കഹോളും കീറ്റോൺസിനെ റിഡക്ഷൻ നടത്തിയാൽ സെക്കൻഡറി ആൽക്കഹോൾസും കിട്ടും. ഇനി അടുത്തത് ബൈ റിഡക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് ആൻഡ് എസ്റ്റേഴ്സ്. അതിലിപ്പോൾ കാർബോക്സിലിക് ആസിഡിന്റെ റിയാക്ഷൻ ഞാൻ ഈ മോഡ്യൂളിൽ കൊടുത്തിട്ടുള്ളൂ. ഞാനൊരു കാർബോക്സിലിക് ആസിഡ്, ഇത് എത്തനോയിക് ആസിഡ് ആണ്. എത്തനോയിക് ആസിഡിലേക്ക് ഞാനൊരു വളരെ ഫേമസ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ് ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റ്. ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ആണ് LiAlH4. ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റ് LiAlH4 ആഡ് ചെയ്യുമ്പോൾ പ്ലസ് വാട്ടറും കൂടി സെക്കൻഡ്. ഇത് 1 2 ഇടുമ്പോൾ ആദ്യത്തെ റിയാക്ഷൻ സ്റ്റെപ്പിൽ ഈ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് റിയാക്ട് ചെയ്ത ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. അതിലേക്കാണ് പിന്നെ വാട്ടർ ആഡ് ചെയ്യുന്നത്. ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചു വെച്ചിരുന്ന ആദ്യം നമുക്ക് കിട്ടുന്നത് എത്തനോൾ കിട്ടും. അപ്പൊ ഇത്രയാണ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ്. ഫിനിഷ് ആയിട്ടില്ല, ഇതിന്റെ കണ്ടിന്യൂഷൻ ബാക്കി വരുന്നുണ്ട്. അത് അടുത്ത മോഡ്യൂൾ 3, അടുത്ത മോഡ്യൂൾ. ഇതിപ്പോൾ നമ്മൾ മോഡ്യൂൾ 3 നമ്മൾ ഇവിടം വരെ പ്രിപ്പറേഷൻ പഠിച്ചു. നമ്മൾ മോഡ്യൂൾ 4 കുറച്ചും കൂടി ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷൻ ഡിസ്കസ് ചെയ്യും.